നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന്. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലേ? നിന്നെ എനിക്ക് വെറുപ്പാണ്. ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാൾ നീയാണ്, നീ മാത്രം. ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് ഒഴിഞ്ഞു പോയിക്കൂടെ? രുദ്രന്റെ ആ വാക്കുകൾ പ്രതീക്ഷിച്ചിരുന്നതായിട്ടും നിരഞ്ജനെ അത് വല്ലാതെ വേദനിപ്പിച്ചു. മിഴുനീർത്തുള്ളികളെ വാശിയോടെ അവൾ തുടച്ചു നീക്കി. ഇല്ല, ഇനിയൊരിക്കലും ഒരു ശല്യമായി ഈ നിരഞ്ജന രുദ്രന് മുന്നിൽ വരില്ല. എങ്കിലും ഒന്നോർത്തു, നിന്നെ ഞാൻ പ്രണയിച്ചത് ആത്മാർത്ഥതയോടെ ആയതുകൊണ്ട് എൻ്റെ കണ്ണിൽ നിന്നൊഴുകുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും താനൊരിക്കൽ കണക്ക് പറയേണ്ടി വരും. ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചു. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ വിരലിൽ അണിഞ്ഞുകൊടുത്തിരുന്ന വിവാഹമോതിരം അഴിച്ച് അവന് നേർക്കെറിഞ്ഞുകൊടുത്ത് പിന്തിരിഞ്ഞു നോക്കാതെ അവൾ തിരിഞ്ഞു നടന്നു. അവൾ പോകുന്നത് പുച്ഛത്തോടെ നോക്കി നിന്നു അവൻ. അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. വിളിക്കുന്നത് ആവണിയാണെന്ന് കണ്ടതും അവനൊരു പുഞ്ചിരിയോടെ ആ കോൾ അറ്റൻഡ് ചെയ്തു. അതുവഴി പോയ ഒരു ഓട്ടോയിൽ കയറി നിരഞ്ജന ഹോസ്റ്റലിലേക്ക് പോയി. യാത്രയിലുടനീളം അവളുടെ ചിന്ത രുദ്രനെ കുറിച്ചായിരുന്നു. 2 വർഷങ്ങൾ പുറകിലേക്ക് അവളുടെ ഓർമ്മകൾ സഞ്ചരിച്ചു. അന്നാണ് നിരഞ്ജന ജോലിക്ക് പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അവൾ ജോലിക്ക് ജോയിൻ ചെയ്ത അതേ ഓഫീസിൽ തന്നെയായിരുന്നു രുദ്രൻ അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് തന്നെയായിരുന്നു അവർ തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയതും. ആദ്യമൊക്കെ സൗഹൃദം മാത്രമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നതെങ്കിൽ പതിയെ പതിയെ രുദ്രന്റെ മനസ്സിൽ നിരഞ്ജനയോട് പ്രണയം മാത്രമായി. നിരഞ്ജന, എനിക്ക് നിന്നോടൽപ്പം സംസാരിക്കാനുണ്ട്. അതിനെന്താ രുദ്രൻ? പറഞ്ഞോളൂ, എന്താ കാര്യം? അതിവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാകില്ല. വൈകുന്നേരം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറയാം. അവൾ അതിന് സമ്മതിച്ചു. അന്ന് വൈകുന്നേരം അവർ ഒരുമിച്ചാണ് ഓഫീസിൽ നിന്നിറങ്ങിയത്. അവർ നേരെ ചെന്നത് അടുത്തുള്ളൊരു കോഫി ഷോപ്പിലാണ്. എന്താ രുദ്രൻ, കുറേ നേരമായി നമ്മൾ ഇവിടേക്ക് വന്നിട്ട് തനിക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? നിരഞ്ജന സംശയരൂപേണ അവനെ നോക്കി. നിരഞ്ജന, അത് പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, പിന്നെ ഞാൻ... രുദ്രൻ വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും പറയൂ. അത് നിരഞ്ജന, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നോക്ക് രുദ്ര, ഞാൻ ഇങ്ങോട്ട് വന്നത് ജോലിക്ക് വേണ്ടിയാണ്. പ്രണയിച്ചു നടക്കാൻ എനിക്ക് താല്പര്യമില്ല. മാത്രവുമല്ല, എൻ്റെ അച്ഛനും അമ്മയും കണ്ടെത്തുന്ന ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. ഇതല്ലാതെ വേറെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അയ്യോ, എനിക്കും പ്രണയിച്ചു നടക്കാൻ താല്പര്യമില്ല. എനിക്കിപ്പോൾ വീട്ടിൽ വിവാഹാലോചന നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്കെന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് വരാം. രുദ്രൻ്റെ വാക്കുകൾ ആത്മാർത്ഥമാണെന്ന് തോന്നിയപ്പോൾ നിരഞ്ജന അവളുടെ അച്ഛൻ്റെ നമ്പർ അവന് കൊടുത്തു. എൻ്റെ അച്ഛനോട് സംസാരിക്കുക, എന്നിട്ട് അച്ഛന് ഇഷ്ടമായാൽ നമുക്ക് ആലോചിക്കാം. അതും പറഞ്ഞവൾ അവിടെ നിന്നും ഹോസ്റ്റലിലേക്ക് തിരിച്ചു. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കാൻ തുടങ്ങുമ്പോഴാണ് നിരഞ്ജനയെ അച്ഛൻ വിളിക്കുന്നത്. ഹലോ അച്ഛ, ഉറങ്ങിയില്ലേ? സമയം 10 മണിയായല്ലോ. ഇല്ല മോളെ. മോൾ ആർക്കെങ്കിലും എൻ്റെ നമ്പർ കൊടുത്തിരുന്നോ? ഉവ്വച്ച, എൻ്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന രുദ്രന് ഞാൻ കൊടുത്തിരുന്നു. എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു അച്ഛനോട് സംസാരിക്കാൻ. പക്ഷേ ഇന്ന് തന്നെ വിളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആ പയ്യൻ എന്നെ ഇപ്പോൾ വിളിച്ചു വെച്ചതേ ഉള്ളൂ. അവൻ്റെ അച്ഛനും സംസാരിച്ചപ്പോൾ നല്ല കൂട്ടരാണെന്ന് തോന്നി. ആ പയ്യനെക്കുറിച്ച് മോളുടെ അഭിപ്രായം എന്താ? അങ്ങനെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. എങ്കിൽ നമുക്കിത് ആലോചിച്ചാലോ മോളെ? അച്ഛനിഷ്ടമായെങ്കിൽ ആലോചിച്ചോളൂ. എനിക്ക് എതിർപ്പൊന്നുമില്ല. എങ്കിൽ ശരി മോളെ, മോൾ ഉറങ്ങിക്കോ. നാളെ ഓഫീസിൽ പോകേണ്ടതല്ലേ? നാളെ അവർ വിളിക്കുമ്പോൾ ഞാൻ സമ്മതം അറിയിച്ചോളാം. ശരി അച്ഛാ. അമ്മയോടും പറയണേ, ഞാൻ നാളെ വിളിക്കാം. ഫോൺ ചാർജിലിട്ട് നിരഞ്ജന ഉറങ്ങാനായി കിടന്നു. നിർത്താതെയുള്ള അലാറം ശബ്ദം കേട്ടാണ് അവൾ അടുത്ത ദിവസം ഉണർന്നത്. കുളിച്ച് റെഡിയായി അവൾ ഓഫീസിലേക്ക് തിരിച്ചു. ഓഫീസിന് മുന്നിൽ തന്നെ നിരഞ്ജനയും പ്രതീക്ഷിച്ച് പുഞ്ചിരിയോടെ രുദ്രൻ നിൽപ്പുണ്ടായിരുന്നു. അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്താ ഓഫീസിൽ കയറാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്? ഒന്നുമില്ല, തന്നെയും കാത്തു നിന്നതാ ഞാൻ. ഇന്നലെ രാത്രി തന്നെ ഞാൻ നിന്റെ അച്ഛനെ വിളിച്ചിരുന്നു. അച്ഛൻ പറഞ്ഞിരുന്നു. അത് കേട്ടതും രുദ്രന്റെ കണ്ണുകൾ വിടർന്നു. എന്തു പറഞ്ഞു? എന്നെ അവർക്ക് ഇഷ്ടമായോ? അങ്ങനെ തോന്നി. എൻ്റെ അഭിപ്രായം ചോദിച്ചിരുന്നു. എന്നിട്ട് താനെന്തു പറഞ്ഞു? രുദ്രന് ആകാംക്ഷ അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് കുറ്റം പറയാനൊന്നുമില്ലല്ലോ. അവൾ അവനെ നോക്കി പുഞ്ചിരിയോടെയാണ് ചോദിച്ചത്. അപ്പോ എന്നോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ? അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും അവർ ഓഫീസിനകത്തെത്തിയിരുന്നു.
അവർ രണ്ടുപേരും അവരുടെ ജോലി തുടർന്നു. അന്നുച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന നിരഞ്ജനയുടെ അരികിലെ രുദ്രൻ വന്നിരുന്നു. എൻ്റെ അച്ഛൻ ഇപ്പോൾ വിളിച്ചിരുന്നു. നിന്റെ അച്ഛൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചുവെന്ന്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും നിന്നെ ഒന്ന് കാണണമെന്ന്. അത്യധികം സന്തോഷമായിരുന്നു അവൾക്ക് അവൻ്റെ മുഖത്ത് കാണാനായത്. അതിനെന്താ, അവരോട് പറഞ്ഞോളൂ, നമുക്ക് ഈ സൺഡേ പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാമെന്ന്. എങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. ഞായറാഴ്ച രാവിലെ കൃത്യസമയത്ത് തന്നെ അവൻ പറഞ്ഞ കോഫി ഷോപ്പിലെത്തി. അവിടെ അവളെ കാത്ത് അവനും അവൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവൾ അവർക്കടുത്തായുള്ള കസേരയിലിരുന്ന് എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. ആദ്യ കാഴ്ചയിൽ തന്നെ അവർക്കും അവളെ ഇഷ്ടമായി. പിന്നെ അധികമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല രുദ്രനും നിരഞ്ജനയ്ക്കും. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അവളുടെ നാട്ടിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ പരസ്പരം മോതിരമണിഞ്ഞ് വിവാഹം നിശ്ചയിച്ചു വെച്ചു. ഓഫീസിലും അവരുടെ കാര്യം അറിഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അപ്പോഴാണ് അവിടേക്ക് HR മാനേജറായി പുതിയൊരു പെൺകുട്ടി വരുന്നത്. അവൾ ആവണി. എല്ലാവരോടും പെട്ടെന്ന് തന്നെ കൂട്ടായെങ്കിലും രുദ്രനോട് അവൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ഓഫീസിലെ പലരും രുദ്രൻ്റെയും ആവണിയുടെയും ബന്ധം മറ്റൊരു രീതിയിലാണെന്ന് നിരഞ്ജനോട് പറഞ്ഞെങ്കിലും അവൾ അതെല്ലാം ഒരു ചെറുചിരിയിൽ തള്ളിക്കളഞ്ഞു. കാരണം അവൾക്ക് അവനോട് അത്രയും വിശ്വാസമായിരുന്നു. പതിയെ പതിയെ രുദ്രൻ നിരഞ്ജനയിൽ നിന്ന് അകന്നു തുടങ്ങി. അവളെ അവഗണിച്ചു തുടങ്ങി. കാര്യങ്ങളുടെ ഗതി നിരഞ്ജനയ്ക്ക് മനസ്സിലായി തുടങ്ങി. ആവണിയും രുദ്രനും തമ്മിലുള്ള പല കൂടിക്കാഴ്ചകളുടെയും തെളിവുകൾ അവൾക്ക് കിട്ടി. ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയെങ്കിലും അവൾ സംയമനം പാലിച്ചു. രുദ്രൻ, എനിക്ക് നിന്നോട് സംസാരിക്കണം. പ്ലീസ് നിരഞ്ജന, നീ കാണുന്നില്ലേ ഞാൻ തിരക്കിലാണ്. നിന്റെ തിരക്ക് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനിയും ഇങ്ങനെ പോയാൽ ശരിയാകില്ല. നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ മതിയാകുള്ളൂ. അതും പറഞ്ഞ് നിരഞ്ജന പെട്ടെന്ന് അവിടെ നിന്ന് പോയി. എന്താണ് നിനക്ക് സംസാരിക്കാനുള്ളത്? വേഗം പറയും. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. വൈകുന്നേരം കോഫി ഷോപ്പിൽ നിരഞ്ജനയെ കണ്ടതും രുദ്രൻ ചോദിച്ചു. ശരി, പോയിട്ട് തിരക്കല്ലേ. അതുകൊണ്ട് നേരിട്ട് കാര്യത്തിലേക്ക് വരാം ഞാൻ. ആവണിയുമായി നിനക്ക് എന്താണ് ബന്ധം? എന്ത് ബന്ധം? അവളെൻ്റെ നല്ലൊരു സുഹൃത്താണ്. സുഹൃത്തോ? ആ ബന്ധത്തിൻ്റെ അർത്ഥം അറിയുമോ നിനക്ക്? പെട്ടെന്ന് നിരഞ്ജനയ്ക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. അവളുടെ മാറ്റം രുദ്രനെ തെല്ലൊന്ന് ഞെട്ടിച്ചെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. നിനക്കെന്താ സംശയരോഗം തുടങ്ങിയോ? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള വിവാഹം വേണോ വേണ്ടിയോ എന്ന് എനിക്കൊന്ന് ചിന്തിക്കേണ്ടി വരും. അവനത് പറഞ്ഞതിൽ അവൾക്കൊട്ടും ഞെട്ടലുണ്ടായില്ല. കാരണം നിരഞ്ജന അത് പ്രതീക്ഷിച്ചിരുന്നു. സംശയരോഗം എനിക്കല്ലെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകും. അത്രയും പറഞ്ഞ് നിരഞ്ജന തൻ്റെ ഫോണിലെ ആവണിക്കൊപ്പമുള്ള രുദ്രൻ്റെ ഫോട്ടോകൾ അവനെ കാണിച്ചു. ഇനി പറയും, എനിക്ക് നിന്നെ സംശയമാണോ? പരസ്പരം ശരീരങ്ങൾ പങ്കുവെക്കുന്നതാണോ ഇവളുമായി നിനക്കുള്ള സൗഹൃദം? അതു കണ്ടതും രുദ്രൻ്റെ മുഖം വിളറി വെളുത്തു. പെട്ടെന്ന് അവൻ മുഖത്ത് ദേഷ്യം വരുത്തി. ഓ, അപ്പോൾ നീ എൻ്റെ പുറകെ നടന്ന് ഓരോന്ന് അന്വേഷിക്കുകയായിരുന്നു അല്ലേ? ഞാൻ ആരുടെയും പുറകിൽ അന്വേഷണവുമായി വന്നിട്ടില്ല. ഇത് നിന്റെ ആവണി തന്നെയാണ് എനിക്ക് അയച്ചു തന്നത്. എന്തായാലും നീ എല്ലാം അറിഞ്ഞല്ലോ. അതുകൊണ്ട് ഇനിയൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല. പിന്നെ അവൾക്ക് ഒന്നും കേൾക്കാനോ പറയാനോ ഇല്ലായിരുന്നു. ഉള്ളിലെ വിഷമം പുറത്തു കാണിക്കാതെ അവൾ തിരിഞ്ഞു നടന്നു. മാഡം, നിങ്ങൾ പറഞ്ഞ സ്ഥലമെത്തി. ഓട്ടോ ഡ്രൈവറുടെ വിളി കേട്ടാണ് അവൾ ചിന്തയിൽ നിന്നുണർന്നത്. കണ്ണുകൾ അമർത്തി തുടച്ച് വണ്ടിയിൽ നിന്നിറങ്ങി പൈസ കൊടുത്ത് അവൾ മുറിയിലേക്ക് നടന്നു. ഇല്ല, ഇനി ഒരിക്കലും കരയരുത്. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം മാത്രമാണ്. അവൾ സ്വയം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ച് അച്ഛനെ ഫോൺ ചെയ്തു. എന്താ മോളെ, നിനക്കന്ന് ഡ്യൂട്ടി ഇല്ലേ? ഇല്ലച്ചാ, ഞാൻ പോയില്ല. ഇന്ന് ഞാൻ വീട്ടിലേക്ക് വരികയാണ്. വൈകുന്നേരം എന്നെ വിളിക്കാൻ സ്റ്റേഷനിൽ വരുമോ? എന്താ മോളെ പെട്ടെന്നിങ്ങനെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല, ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് സംസാരിക്കാം. അമ്മയോടും പറയണേ. നിരഞ്ജന വരുന്നതും കാത്ത് അവളുടെ അച്ഛൻ സ്റ്റേഷനിൽ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മകളെ കണ്ടതും ആ അച്ഛൻ്റെ മുഖത്തൊരു സന്തോഷം തെളിഞ്ഞു. പക്ഷേ അവളുടെ കയ്യിലുണ്ടായിരുന്ന ലഗേജ് കണ്ടപ്പോൾ അയാൾക്കെന്തോ തോന്നിയെങ്കിലും പുറത്ത് കാണിച്ചില്ല. വീട്ടിലെത്തിയ അവൾ മുറിയിൽ കയറി ഒന്ന് ഫ്രഷായി വന്നു. രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. എനിക്ക് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അച്ഛനും അമ്മയും കിടക്കാനായി മുറിയിലേക്ക് പോകുമ്പോഴാണ് നിരഞ്ജന പറഞ്ഞത്. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വന്നപ്പോൾ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു വിഷമമുള്ളതുപോലെ. അതമ്മേ, വിഷമമുണ്ട്. നിങ്ങളോട് കാര്യങ്ങൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഓർത്തിട്ട്. എന്തു പറ്റി നിനക്ക്? എന്ത് വിഷമമുണ്ടെങ്കിലും ഈ അച്ഛനില്ലേ നിനക്ക്? നീ കാര്യം എന്താണെന്ന് പറയും. അതച്ഛാ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങൾ വിഷമിക്കരുത്. എൻ്റെ മോളെ, നീ ഇങ്ങനെ ഞങ്ങളെ ആദ്യം കയറ്റാതെ കാര്യം പറയും. ഓഫീസിലെന്തെങ്കിലും? ഓഫീസിലല്ല അമ്മ, എൻ്റെ ജീവിതത്തിലാണ്. രുദ്രൻ
ആളാകെ മാറി. ഞാനിപ്പോൾ അയാൾക്ക് ആരുമല്ല. മോൾ എന്തൊക്കെയായി പറയുന്നത്? എന്തായാലും തെളിച്ചു പറയും. അച്ഛൻ അവനോട് സംസാരിക്കാം. ആവണിയുമായുള്ള രുദ്രന്റെ ബന്ധത്തെക്കുറിച്ചും താനുമായുള്ള അവസാന കൂടിക്കാഴ്ചയുമെല്ലാം നിരഞ്ജന അവരോട് തുറന്നു പറഞ്ഞു. എൻ്റെ ദേവി, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? അവൻ ഇങ്ങനെ ഒരു ചതിയനായിരുന്നു. അവളുടെ അമ്മ നെഞ്ചിൽ കൈവച്ച് കരയാൻ തുടങ്ങി. അച്ഛനെടുത്ത തീരുമാനം തെറ്റായിപ്പോയല്ലോ മോളെ. അതൊന്നും ആലോചിച്ച് അച്ഛൻ വിഷമിക്കേണ്ട. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോഴിങ്ങനെ നടന്നത് നന്നായി എന്ന് തോന്നുന്നു. വിവാഹത്തിന് ശേഷമായിരുന്നെങ്കിലും. മോള് പറഞ്ഞത് ശരിയാ. പക്ഷെ അമ്മയ്ക്കിത് സഹിക്കാൻ വയ്യ. എന്നിട്ടും നീ എങ്ങനെ? വിഷമം ഇല്ലെന്ന് പറയുന്നില്ല. ആത്മാർത്ഥമായി സ്നേഹിച്ചതല്ലേ ഞാൻ. പക്ഷെ അയാൾക്ക് വേണ്ടി ഞാൻ കരയില്ലമ്മ. അവളുടെ വാക്കുകൾ ദൃഢമായിരുന്നു. മോളെ, ഇതൊക്കെ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയുമോ? എനിക്കതൊന്നും അറിയില്ല ചേ. എന്തായാലും ഞാൻ നാളെ അവരെ വിളിച്ച് സംസാരിക്കാം. ഇതിൽ നിന്നും തലയുരണമല്ലോ. മോൾ പോയി കിടന്നോളൂ. അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം. നിങ്ങളോട് ചോദിക്കാതെ ഞാൻ ജോലി രാജിവെച്ചിട്ടാണ് വന്നത്. അവൾ മുഖത്ത് നോക്കാതെയാണ് അത് പറഞ്ഞത്. ഒരു കണക്കിനത് നന്നായി മോളെ. അവൾ മുറിയിലേക്ക് പോയി വെട്ടമണച്ചു കിടന്നു. ഏട്ടാ, എന്നാലും നമ്മുടെ മോൾക്ക് ഈ ഗതി വന്നല്ലോ. നീ വെറുതെ കരയാതെ ഉറങ്ങാൻ നോക്ക്. എന്തായാലും ഒരു കണക്കിനത് ഇപ്പോൾ അറിഞ്ഞത് നന്നായി. അല്ലെങ്കിലോ? പിന്നെ അവരൊന്നും പറഞ്ഞില്ല. മകളുടെ അവസ്ഥയോർത്ത് അവർ മിഴിവാർന്നു കിടന്നു. അടുത്ത ദിവസം തന്നെ അയാൾ രുദ്രന്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആദ്യമൊന്നും അവരത് വിശ്വസിച്ചില്ലെങ്കിലും തെളിവുകൾ കാണിച്ചപ്പോൾ അവരും തകർന്നുപോയി. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. അവളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ അവൾ മറ്റൊരു രാജ്യത്ത് ജോലി നേടി. എപ്പോഴോ അറിഞ്ഞു രുദ്രൻ ആവണയെ വിവാഹം കഴിച്ചുവെന്ന്. അപ്പോഴവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് ജോലി ചെയ്ത ഓഫീസിലെ ഒരു സുഹൃത്തിൻ്റെ വിവാഹത്തിന് പങ്കെടുക്കാനായാണ് പിന്നെ നിരഞ്ജന തിരുവനന്തപുരത്തേക്ക് വന്നത്. അന്ന് ഒപ്പം ജോലി ചെയ്ത എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരോടും സംസാരിച്ചു പഴയ സൗഹൃദം പുതുക്കി. വരനും വധുവിനും സമ്മാനം നൽകി തിരികെ ഇറങ്ങുമ്പോഴാണ് രുദ്രനെ കാണുന്നത്. പണ്ടത്തെ രുദ്രനിൽ നിന്നും ഒരുപാട് മാറിപ്പോയിരുന്നു അയാൾ. കണ്ണുകളിൽ പഴയ തിളക്കമോ ചുണ്ടിലെ പുഞ്ചിരിയൊന്നുമില്ല. പകരം തളം കെട്ടി നിന്നത് വിഷാദം മാത്രം. നിരഞ്ജന രുദ്രനെ കണ്ടിട്ടും കാണാത്തതുപോലെ പോകാൻ ഒരുങ്ങുമ്പോഴാണ് പുറകിൽ നിന്നൊരു വിളി. തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു വിളിച്ചത് ആരാണെന്ന്. അവൾ തിരിഞ്ഞു നോക്കാതെ നടന്നു. നിരഞ്ജന, പ്ലീസ് ഒന്ന് നിൽക്ക്. ഇത്തവണ അവൾ നിന്നു. നിരഞ്ജന, നീ എന്താ എന്നെ കണ്ടിട്ടും മിണ്ടാതെ പോകുന്നത്? മിണ്ടാൻ മാത്രം എന്താണ് നമുക്കിടയിൽ ഉള്ളത് രുദ്രൻ? പറയാനൊരു സൗഹൃദമെങ്കിലും ഉണ്ടോ? അവളുടെ മുഖത്ത് പുച്ഛമായിരുന്നു. എന്നോട് ക്ഷമിക്കൂ നിരഞ്ജന. എനിക്കൊരു തെറ്റുപറ്റി. അത് തിരിച്ചറിയാൻ എനിക്ക് 2 വർഷം വേണ്ടി വന്നു. നിരഞ്ജന, നിന്റെ സ്നേഹമായിരുന്നു സത്യം. അത് കാണാതെ ഞാൻ അവൾക്കൊപ്പം പോയി. അവസാനം അവൾക്ക് എന്നെ മടുത്തു. അതിൻ്റെ ശിക്ഷ ഞാനിപ്പോൾ അനുഭവിക്കുന്നു. ഇപ്പോൾ ഞാൻ തനിച്ചാണ്. എല്ലാവർക്കും മുന്നിൽ ഒരു കോമാളിയെപ്പോലെ. തൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ ഇപ്പോഴും. അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം മറന്ന് മതി നിർത്ത്. താൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം മറന്ന് ഞാൻ തന്നെ വീണ്ടും സ്നേഹിക്കണം എന്നല്ലേ? അതിനി നടക്കില്ല. താൻ പറഞ്ഞത് സത്യമാണ്. ഒരിക്കൽ തന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. പിന്നെ ഇപ്പോഴത്തെ തൻ്റെ അവസ്ഥ അതിന് കാരണം താൻ തന്നെയാണ്. തൻ്റെ കഴിവില്ലായ്മ. പിന്നെ തന്നെ ഓർത്ത് വിഷമിച്ചിരുന്നതല്ല ഞാൻ ഇത്രയും കാലം. എന്നെ മനസ്സിലാക്കി സ്നേഹിക്കുന്ന ഒരാൾ വരാൻ വേണ്ടി കാത്തിരുന്നതാണ്. അപ്പോൾ നീ വേറെ വിവാഹം കഴിക്കാൻ പോകുകയാണോ? രുദ്രൻ്റെ കണ്ണിൽ നിരാശയായിരുന്നു. ഞാനെതിന് വിവാഹം കഴിക്കാതിരിക്കണം? ആർക്കു വേണ്ടി? എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. അടുത്തു തന്നെ വിവാഹവും ഉണ്ടാകും. നിരഞ്ജന ഇടതു കൈയിലെ മോതിരവിരൽ രുദ്രന് നേർക്ക് നീട്ടി. നിഖിൽ മാധവ്. രുദ്രൻ മോതിരത്തിലെ പേര് വായിച്ച് എന്തോ ആലോചിച്ചു നിന്നു. ആലോചിക്കുന്നത് ശരി തന്നെയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഓഫീസിലെ മാനേജർ തന്നെ. അതു കേട്ടതും ഉമിനീർ പറ്റി രുദ്രൻ്റെ തൊണ്ട വരണ്ടു. എന്നാൽ വിജയുടെ ഭാവമായിരുന്നു നിരഞ്ജനയുടെ മുഖത്ത്. അവൾ തുടർന്നു. ദൈവം വിധിച്ചതേ നടക്കൂ. എനിക്ക് വിധിച്ചത് തന്നെപ്പോലൊരുത്തനെ അല്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനിയൊരിക്കലും തമ്മിൽ കണ്ടുമുട്ടാതിരിക്കട്ടെ. അത്രയും പറഞ്ഞ് അവിടെ നിന്നും അവൾ പോകുമ്പോൾ രുദ്രൻ്റെ തകർച്ച പൂർണ്ണമായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് ഒരു പുഞ്ചിരിയോടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. മറ്റാരുമല്ല, നിഖിൽ മാധവ്. നഷ്ടപ്പെട്ടു പോയതിൻ്റെ വില അറിയണമെങ്കിൽ
നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒന്ന് നഷ്ടമാകണം? ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.